ഹലോ ഗൈസ്, എന്തെല്ലാം അപ്പോൾ കുറേ കാലമായി വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെ ഇവിടെ നീറ്റപ്പോൾ തന്നെ നല്ല മഴയെന്ന്, പിന്നെ ക്ലാസ് ഇല്ലേന്ന്, അതുകൊണ്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നീറ്റപ്പോൾ തന്നെ മഴയൊക്കെ നിന്നിട്ട് മഴ നിന്ന് വെള്ളമൊക്കെ താന്നിന്ന്, പിന്നെ തറവാട്ട് പോയിട്ട് അവിടുത്തെ വെള്ളം മുങ്ങിയതൊക്കെ ഒന്ന് വീഡിയോ. മാമി ഞാൻ ദ്വീപിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാമി കുറച്ച് ബുദ്ധി കൂടുതലായതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്ന കാര്യമൊക്കെ. തറവാട്ടിൽ ഇതാ ബാക്കിലും കിണറിൻ്റെ അവിടെയും കിച്ചൻ്റെ അവിടെയും തൊടുവിലും പറമ്പിലും എല്ലായിടത്തും വെള്ളം നിറഞ്ഞു. പോരാത്തതിന് കിണറിൻ്റെ അവിടെയും ഫുള്ള് വെള്ളമായിരുന്നു. ഞാനിതെല്ലാം എൻ്റെ ക്യാമറ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തു, കാരണം വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതന്നെ ഒരു പണി. പിന്നെ ഞങ്ങൾ നേരെ പോയി തോട്ട് കാണും. തോട്ടിലും ഫുള്ള് വെള്ളമായിരുന്നു. പിന്നെ തോടാണ് ഈ കാണുന്നത് കേട്ടോ, ഞങ്ങളെ സ്വകാര്യ അഹങ്കാരമായി ഞങ്ങളെ സ്വന്തം തോട്. ഈ തോട്ടിൽ ഞങ്ങൾ കുറേ മീനൊക്കെ ഇട്ട് പിടിച്ച് ചൂണ്ടിട്ടിട്ടും പിന്നെ വലട്ടിട്ടും അങ്ങനെ ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായി. ഞാനും ഇപ്പം കൂടി അതെല്ലാം ഒന്ന് വർക്ക് ചെയ്യുന്നു. പിന്നെ അവിടെ ഫാത്തിനാത്താൻ്റെ തോടും ഫുള്ള് വെള്ളം നിറഞ്ഞിരുന്നു. പിന്നെ ഞാൻ എന്തൊക്കെയോ ചൂണ്ടി പറയണൊക്കെ ഉണ്ട്, എന്തൊക്കെയോ കാട്ടുണ്ട്, എനിക്കറിയില്ല എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ വോയിസ് ഓവറൊക്കെ കൊടുത്തിരുന്നു, പക്ഷേ അന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊന്നും ഇൻക്ലൂഡ് ആക്കിയില്ല. പിന്നെ ഈ തോട് ചെന്ന് ചേരുന്നത് ഒരു പുഴയ്ക്ക്. പിന്നെ ഈ തോട് നേരെ ചെന്ന് ചേരുന്നത് ഏഴൂർ പുഴയ്ക്കാണ്. ഈ തോടും റോഡും കൂടി ഒരുമിച്ചായതാണ് ഈ കാണുന്നത്. തോട് റോഡ്, റൈമിംഗ് വേർഡ്സ് ആയി. റോഡ് തോട്, വാവ്. രാവിലെ മുതൽ തന്നെ നല്ല മഴയുണ്ട്. ആ റോട്ടുമൊക്കെ ഫുള്ള് വെള്ളം കയറിയിട്ട്, അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടി. പിന്നെ ഞങ്ങളുടെ അടുത്ത് നീക്കം തോണി ഉണ്ടാക്കാനായിരുന്നു. പിന്നെ പേപ്പർ പെരേ പോയി എടുത്തോടുന്നത് മടക്കി ഉണ്ടാക്കി വരുമ്പോഴത്തേന് കുറേ നേരമാകുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ചെരുപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ചെരുപ്പ് അവിടെ പിടിക്കാനായിട്ട് ഇപ്പോൾ വടിയിട്ട് കാത്തുണ്ടായിരുന്നു. പക്ഷേ പാളിപ്പോയി, വടി പൊട്ടിപ്പോയി. പിന്നെ എങ്ങനെ ഓളെടുത്ത് പിടിക്കുന്നുണ്ട്. ഓളൊരു ടാലൻറ്റ് നോക്കുകയാണെങ്കിൽ ടാലൻറ്റ് ഇപ്പോൾ അല്ലെങ്കിൽ ഒരു കഴിവ് വേറെ തന്നെയാണ്. പിന്നെ ഞങ്ങളെ പേരൻ്റെ മുന്നിൽ കൂടി പോണ വേറൊരു ചെറിയൊരു ചാല് എന്ന് പറയാനും പറ്റില്ല, തോട് എന്ന് പറയാനും പറ്റില്ല, എന്താ അതിന് പറയുക, ഒന്നും പറയണ്ടല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ 2 തോടൊക്കെ ഉണ്ട്. ഞങ്ങൾ വലിയ ടീംസ് തന്നെയല്ലേ, എന്താ ചെയ്യുക. പിന്നെ ഞങ്ങളെ പാടം ഇതാ ഫുള്ളായിട്ട് വെള്ളം നിറഞ്ഞിങ്ങനെ. അതിൽ 2 കുണ്ടുണ്ട്, പക്ഷേ 2 കുണ്ടും കൂടി ഒരു ഉണ്ടായിക്കണം പോന്നാൽ. പിന്നെ ഈ മരത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ കുറേ പറയാണ്ട്, പക്ഷേ ഞാൻ ചുരുക്കി പറയാം. ഈ മരമാണ് ചെമ്പകം. 12 കൊല്ലം അത് വെച്ചിട്ട്, പക്ഷേ ഇന്നേ വരെ പൂത്തിട്ടില്ല, കായ്ച്ചിട്ടില്ല, ഒന്നും. ഒരാഴ്ച മുന്നേ വരെ എല്ലാവരും കൂടി പോകാൻ അതിന് പേടിപ്പിച്ചാൽ മതി. പേടിപ്പിക്കാൻ മീൻസ് അതിന് 2 വടി പൊട്ടിച്ചാൽ പേടിച്ചിട്ട് കായ്ക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ മെയിൻ ആയിങ്ങാണ്ട് കുറേ വടിയൊക്കെ പൊട്ടിച്ചിരുന്നു, പക്ഷേ കായ്ച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് വെയിറ്റ് ആക്കി വെക്കാം. പിന്നെ ഇതൊക്കെ നമ്മളെ മാമിൻ്റെ കൃഷിയാണ് ഈ കാണുന്നത്. കൃഷിയല്ല, ചെടികൾ. ശില്പ ഇതടോ. പിന്നെ വായക്കൊലമായിട്ടൊരു ചുവപ്പ് പൂവ് കാണുന്നുണ്ട്. പേരെന്താണെന്ന് കറക്റ്റ് അറിയില്ല, അമ്മമാർക്കൊക്കെ അറിയാം. പിന്നെ ഞാൻ ചോദിക്കാനും പോയിട്ടില്ല കേട്ടോ. അങ്ങനെ പൂവും ചെടിയൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കോട്ടേസിൻ്റെ അടുത്ത വള്ളത്തേക്കാണ്. ഇവിടെ ചെറിയൊരു അരുവി ഉണ്ട്. ആ അരുവി ഞങ്ങൾ ഇവിടെ റോഡും പാടം കൂടിയിട്ട് ഒന്നായിക്കുന്നത്. ഓനാണെങ്കിൽ സ്കൂൾ പോകാതെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചത് സ്കൂൾ പോകാത്തത് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി കള്ളമടിയാണ്. വള്ളവും നേരെ പോകുന്നത് നേരത്തെ കാണിച്ച ആ തോട്ട് കാട്ടാ. ആ തോട് നേരെ പോകുന്നത് പുഴയ്ക്കുമാണ്. ഞാനൊരു അറിവിൻ്റെ നിറക്കുടം തന്നെ ഞാൻ ഇന്നെ തന്നെ പൊക്കിയടിക്കണത്. ഞാൻ എന്താ ഇങ്ങനെ ആ പാടത്ത് തന്നെ ഒരു ചുഴി ഉണ്ടായിരുന്നു. ഞങ്ങളേക്ക് കൊള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അടിയിലൊരു ഓട്ടം ഉണ്ടായിട്ടാണ് ചുഴി ഉണ്ടായിരിക്കുന്നത്. എന്നാണ് ഞങ്ങളുടെ പുതിയ അറിവ്. ഓനോ പറഞ്ഞപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു കൊടുത്തതിൻ്റെ വളർത്തു പൂച്ചയാണത്. ഞങ്ങൾ കുറേ ഓമനിക്കാനൊക്കെ നോക്കി സഹകരിച്ച് നിന്ന് തരുന്നുണ്ട്. പിന്നെ അടുത്തതായി കാണാൻ പോകുന്നത് ഷിഫിൻ്റെ മീൻപിടുത്തമാണ്. ഓനിത് കുറേ പെരലുംകുട്ടികളെ വാരുണ്ടായിരുന്നു. പെരലുംകുട്ടികളെ കിട്ടിയിട്ട് ഓനത് പറഞ്ഞു കണ്ണൻകുട്ടികളാണ് ഞങ്ങളെ പറ്റിക്കാൻ നിൽക്കുക. ഞങ്ങൾ കൊണ്ടാവട്ടെ, പൊരിച്ച് നിന്നോളാറിഞ്ഞ്. കണ്ടില്ലേ, കണ്ണൻകുട്ടികളെ വലിപ്പം. ഓൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കണ്ണൻകുട്ടികൾ, ഞങ്ങളുടെ ഭാഷയിൽ പറയുമ്പോൾ അത് പെരലും കുട്ടികൾ. പിന്നെ കിട്ടിയ തവളപ്പൊട്ടന്മാരേട്ടാ. അങ്ങനെ ഈ ബൂ ഒന്നിനേറ്റ് ഇതാ പെരയൊക്കെ വന്നിക്കാണ്. പിന്നെ എനിക്ക് 3-4 പെരലുംകുട്ടികളെ കിട്ടി. തവളപ്പൊട്ടന്മാരും ഉണ്ടായിരുന്നു. ആ പെരലുംകുട്ടികൾ അരിപ്പേ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ജീവൻ പോയിട്ട് എടുക്കുന്നത്. കാരണം അമ്മമാർ നെക്കലാണ് ഐറ്റങ്ങൾ നിൽക്കുന്നതോന്. അങ്ങനെ അതൊരു 3-4 കുട്ടികളൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.